മോളിവുഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം. എന്താണ് ഇന്ത്യൻ സിനിമയിൽ ഈ മാർക്കോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഞെട്ടും. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ചിത്രം മാർക്കോ എല്ലായിടത്തും ഗോളിളക്കം സൃഷ്ടിക്കുമ്പോൾ 1-ാം തീയതിയായിരുന്നു തെലുങ്കിൽ മാർക്കോ റിലീസായത്. തെലുങ്കിൽ മാർക്കോ 1.75 കോടി രൂപയോളം റിലീസിന് നേടിയെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഹിന്ദി ഉൾപ്പെടെ വൻ കുതിപ്പാണ് മാർക്കോ സിനിമ നേടുന്നത് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഉണ്ണിമുകുന്ദന്റെ മാർക്കോ 79.60 കോടിയിലധികം നേടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. മാർക്കോ ഓരോ ദിവസവും പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴും എന്നാണ് ആകാംക്ഷ. ഉണ്ണിമുകുന്ദന്റെ ആദ്യ 100 കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്ന് ഉറപ്പിക്കാറായിട്ടുണ്ട് എന്നും ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ സൂചിപ്പിക്കുന്നു. മാർക്കോ 14 ദിവസം കഴിയുമ്പോൾ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിൽ 75 ലക്ഷവും തെലുങ്ക് സ്റ്റേറ്റിൽ 84 ലക്ഷവും ഹിന്ദി വെർഷനിൽ 72 ലക്ഷവും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 14 ലക്ഷവും നേടി 14-ാം ദിവസം 2.45 കോടി നേടിയെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. ഒരു മലയാള സിനിമ അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്ത ഒരു നടൻ, പക്ഷേ ചിത്രത്തിന്റെ വയലൻസ് കൊണ്ട് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്നു. 14-ാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ 79 കോടി കഴിഞ്ഞു. ഇന്നേ ദിവസം 80 കോടിയും കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ അടിവരയിട്ട് പറയാം. ഇനി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കോ എന്ന ചിത്രം. അതിനൊപ്പം തന്നെ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കുന്നത് കേരളത്തിലൊന്നുമല്ല, അങ്ങ് ബോളിവുഡിലാണ്. ബോളിവുഡിൽ വളരെ തുച്ഛമായ സ്ക്രീനിൽ തുടങ്ങിയ മാർക്കോ എന്ന ചിത്രം ആദ്യ ദിനം 89 സ്ക്രീനുകളായിരുന്നു. ഇപ്പോൾ 15-ാം ദിവസം എത്തിയപ്പോൾ 1360 സ്ക്രീനുകളിലേക്ക് മാർക്കോ ഉയർന്നു കഴിഞ്ഞു. മാർക്കോയുടെ റെസ്പോൺസ് അത്രയ്ക്ക് വലുതാണ്. ഒരു ബിഗ് ജമ്പാണ് നടത്തിയിരിക്കുന്നതെന്ന് ബോളിവുഡിലെ പ്രമുഖ നിരൂപകൻ ആയ തരൺ ആദർശ് പറയുകയാണ്. 1273% ഒരു ജമ്പ് മാർക്കോ ബോളിവുഡിൽ നടത്തിക്കഴിഞ്ഞു. ഉണ്ണിമുകുന്ദനെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. 89 സ്ക്രീനിൽ നിന്നാണ് 1360 സ്ക്രീനിലേക്ക് മാർക്കോ ജമ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യ വീക്കിൽ 30 ലക്ഷം നേടിയ മാർക്കോ സെക്കൻഡ് വീക്കിലേക്ക് എത്തിയപ്പോൾ 4.12 കോടിയാണ് ബോളിവുഡിൽ നേടിയിരിക്കുന്നത്. അതൊരു ഫിനോമിനൽ ജമ്പാണെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. ബോളിവുഡിൽ നിന്ന് തന്നെ ഒരു വലിയ സംഖ്യ മാർക്കോ നേടിയെടുക്കും എന്ന് പറയുകയാണ് ഓരോ റിപ്പോർട്ടുകളും. ഇതൊരു ഭാഗത്തേക്കുമ്പോൾ മറ്റൊരു ഗംഭീര ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ ലോകമാകെ തരംഗമായിരിക്കുകയാണ്. ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത്. അപ്പോഴാണ് ചിത്രത്തിന്റെ 2-ാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച കൊഴുക്കുന്നതും. 2-ാം ഭാഗം മാർക്കോ 2-ൽ തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രം വില്ലനായി എത്തും എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടക്കുന്നത്. ഉണ്ണിയോടൊപ്പം വിക്രമും ഒന്നിക്കുന്നു എന്ന രീതിയിലായിരുന്നു വാർത്ത ഏവരും ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുന്നത്. തിയേറ്ററിൽ 3-ാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിച്ചു തുടരുകയാണ്. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെയൊരു റൂമർ പൊങ്ങി വരുന്നത്. എന്തായാലും മാർക്കോ 2-ന് വേണ്ടി അവർ ഒരാളെ കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചിയാൻ വിക്രമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചർച്ചകൾക്ക് പഞ്ഞമൊന്നുമില്ല. പല താരങ്ങളെയും എടുത്തിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിപ്പോൾ വിക്രത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒരു വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്.